ഇടപെടുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവേ, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹരാഹിത്യം മൂലം വേദനിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ. അവഗണനകളും നിന്ദകളും പരിഹാസങ്ങളും മാത്രം പേര് ജീവിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ. കെട്ടിച്ചു വിട്ട മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഇതാ ചങ്ക് പൊടിഞ്ഞ് ജീവിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ. ഇതാ ഓരോരുത്തരെയും തമ്പുരാൻ സന്ദർശിക്കട്ടെ, ഓരോരുത്തരെയും തമ്പുരാൻ തൊടട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം കണ്ണുനീരോടെ നമുക്ക് ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി നീടല്ലേ ദൈവമേ. ദുഃഖിതനായി ഓടിപ്പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെയോർത്തു ദൈവദൂതൻ വന്നിടും. ഏറ്റം സ്നേഹചൂടോടവുമായി വന്നിടും. യെശയ്യാ 53:4. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ ദണ്ഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇപ്പോഴും ആ തിരുമുറിവുകൾ എനിക്ക് വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥ യാചിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഓരോ പാപം ചെയ്യുമ്പോഴും തമ്പുരാൻ എനിക്ക് വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആ മുറിവ് ഉയർത്തി കാണിച്ച് ഇപ്പോഴും മാധ്യസ്ഥ യാചിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇന്നും ആ കുരിശിൻ്റെ വേദന എൻ്റെ കർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ടും നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അവിടുന്ന് ഇടപെടണമേ. ഈ സമയം നമുക്ക് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിരിക്കുന്ന മാധ്യസ്ഥയ്ക്ക് കീഴിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് നമ്മളും നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ അനുഭവിച്ച് അറിയുന്നുണ്ട്. ഇവിടുത്തെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും അമ്മ ഏറ്റെടുക്കുന്നത് ഞങ്ങൾ വ്യക്തമായിട്ടും അറിയുന്നുണ്ട്. എപ്പോഴൊക്കെ ചങ്ക് തകർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വിളിക്കുന്നത് മാതാവേ എന്നാണല്ലോ. ഈ സമയം അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവേശ്വരവചനം നരനായി തീരാൻ റുക്കുദിശ ഭൂവിൽ തിരഞ്ഞെടുത്ത ധന്യ കന്യക മറിയാമേ, ചിന്മയരുടെ ജനനീ നന്മ നിറഞ്ഞോളേ, അൻപോട് പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി.
വിശുദ്ധ കന്യകമർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുക്കളുടെ സംരക്ഷകയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യുവതി യുവാക്കന്മാരുടെ വഴികാട്ടിയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കോട്ടയും അഭയവും ശൈലവുമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ പരിശുദ്ധാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വൈദികരുടെയും ശരണമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും എഴുന്നേക്കാം. ഇനി നമുക്ക് ധ്യാനമുള്ളത് വരുന്നതിന് പിന്നത്തെ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ എഴുതി തരുന്നുണ്ട്. എല്ലാത്തിനും മഹത്വം ദൈവത്തിനായതുകൊണ്ട് നമ്മളൊന്നും പറയാത്തത്, എല്ലാ മഹത്വവും ദൈവത്തിനാണ്. നമ്മുടെ ആരുടെയും കഴിവോ ശക്തിയോ പ്രാഗൽഭ്യമോ ഒന്നും അല്ല. എങ്കിലും നിറകണ്ണുകളോടുകൂടി നമ്മുടെ മറ്റിടവകയിൽപ്പെട്ട അക്രൈസ്തവരായ ആളുകൾ പോലും വന്ന നിറകണ്ണുകളോടുകൂടി നിരവധി സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവനാമഹത്വത്തിന് വേണ്ടി എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. വരുന്നതിന് പിന്നത്തെ ആഴ്ച ധ്യാനത്തിന് കടന്നു വരുമ്പോൾ, മൂന്നാം ഞായറാഴ്ച കടന്നു വരുമ്പോൾ മറ്റ് ആളുകളെയും നമ്മൾ കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം, മറ്റ് നിരവധി ആളുകളും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റാളുകൾ വരുമ്പോൾ, ഇവിടെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് ഒരു ഭാഗത്തിന് നിങ്ങളും അർഹരായി തീരും. ആ കൃപയ്ക്ക് നിങ്ങളും അർഹരായി തീരുകയാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കും കൂടെ പ്രത്യേകമായിട്ട് ലഭിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അയൽവക്കത്തുള്ളത്, അത് സഭാ വ്യത്യാസമില്ലാതെ ഒരു അക്രൈസ്തവരുമായ ആളുകൾ പോലും ഇവിടെ വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് മനുഷ്യർക്കും വന്ന് ഇവിടെ ധ്യാനത്തിൽ സംബന്ധിക്കാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് ഇവിടെ വന്ന് എന്നെ കാണുവാനും സാധിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരും അതിനകത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റാളുകളെയും കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ കൂടുന്ന മുറയ്ക്ക് വാഹനത്തിൻ്റെയൊക്കെ എണ്ണം നമുക്ക് മടങ്ങിപ്പോകാനുള്ള കൂട്ടാം. അക്കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഇപ്പോൾ ആശീർവാദം നടത്തുകയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനെ നിങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെയും കുള്ള സ്ഥലത്തിന് തരുന്ന വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വാങ്ങിപ്പോലെ തന്നത്തെയും കൂടെ അടുത്ത് ആശ്വസിപ്പിക്കട്ടെ. ദൈവമാർത്താവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അടുത്ത സ്വർഗീയ സിംഹാസനത്തിന്റെ സന്നിധിയിൽ കേൾക്കപ്പെട്ടുകയും അംഗീകരിക്കപ്പെട്ടുകയുമായി തീരുമാറാണമേ. ആബോ ബുറുഹോ കാദേശോ ഹോശോ ബുക്കുലസ് ബാലോൽമീൻ. മുൻപതിവ് പോലെ വാഹന സൗകര്യം